ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടാങ്കികുടി സ്വദേശി കണ്ണന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ സഹായം നൽകുമെന്ന് ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. ഇന്ന് തന്നെ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറും. കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ 3 RRT സംഘങ്ങൾ മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിന്നക്കനാലിൽ അടക്കം ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ പിടികൂടി ഉൾവനത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂവെന്നും എംഎൽഎ അടിമാലിയിൽ പറഞ്ഞു. ചിന്നക്കനാൽ പ്രദേശത്ത് തുടർച്ചയായി കാട്ടാന ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷത്തിൽ തന്നെ 6ാമത്തെ ആളാണ് മരണപ്പെടുന്നത്. കണ്ണൻ എന്ന് പറയുന്ന 47 വയസ്സുള്ള ആൾ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ്. ഞാനുള്ള പ്രദേശത്ത് ഇങ്ങനെ RRTയുടെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അവർ അറിയിപ്പ് കൊടുത്തിരുന്നതിലൂടെയാണ്. എന്നാൽ അദ്ദേഹം യാനകൾക്കിടയിൽ പെട്ടുപോയതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. യാനകൾ നിരന്തരമായി ജനവാസ മേഖലയിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിൽ നിന്ന് ഇതിനെ കാട്ടിലേക്ക് തുരത്തിവിടണം. കാട്ടിലേക്ക് തുരത്തിവിടണമെന്ന് പറയുമ്പോഴും ചിന്നക്കനാൽ മേഖലയ്ക്ക് കാടോടാണ് ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു പരിധിവരെ മാത്രമേ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ആനകളെ പിടിച്ച് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട്.